Good morning, guys. Welcome back to a new video. ഇരുട്ട് കണ്ടാലും തെറ്റിദ്ധരിക്കരുത്, ഗുഡ് മോർണിംഗ് തന്നെയാണ്. സമയം ഇപ്പോൾ 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ, 5:34. അപ്പോൾ എന്താണ് കൊച്ചു വെളുപ്പം കാലത്ത് പരിപാടിയെന്ന് ചോദിച്ചാൽ, നമ്മളൊരു റൈഡ് പോവുകയാണ്. റോസ്മല എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് നമ്മൾ ഇന്ന് റൈഡ് പോകുന്നത്. ഞാൻ ഇപ്പോൾ എണീറ്റിട്ടൊരു 10-15 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ, അതാണ് എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ 5:30 കാണുന്നത്, അതുകൊണ്ട് അമ്പലത്തിൽ പാട്ടൊക്കെ കേട്ട് തുടങ്ങി. എല്ലാവരും എണീറ്റ് വരുന്നതേ ഉള്ളൂ. ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. നമുക്കിനി പയ്യെ നമ്മുടെ ചെറുക്കനെ വാമപ്പ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോത്തെ പോലെ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ 2 ഫ്രണ്ട്സുണ്ട്. ഓൺ ദ വേ ജോയിൻ ചെയ്യും. നമുക്കിപ്പോൾ തൽക്കാലം നമ്മുടെ ചെറുക്കനെ വാമപ്പ് ചെയ്യാം. സ്റ്റാർട്ട്. അപ്പോൾ അവൻ ആ 5 മിനിറ്റ് ഇരുന്ന് വാമപ്പ് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാം എടുത്തോന്ന് നോക്കാം. ഞാൻ എൻ്റെ ക്യാമറ കാര്യങ്ങളെല്ലാം നമുക്ക് സമയം കളയാതെ പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗേറ്റ് അടച്ചിട്ട് വരാം. അമ്മേ, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കയറ്റത്തില്ല. സമയം ഇപ്പോൾ 5:40 ആയിട്ടേ ഉള്ളൂ. ഞാൻ ഇന്നലെ തന്നെ പോയി പെട്രോളൊക്കെ ഫുൾ ടാങ്ക് അടിച്ച് വെച്ചു. ഇനി അതിന് വേണ്ടി സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. രാവിലെ തന്നെ കളറൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ഈ ഹുഡി പോലത്തെ ഒരു സാധനം ഇട്ടേക്കുന്നത്, എന്നിട്ടും തണുപ്പ് നന്നായിട്ട് അടിച്ച് കയറുന്നുണ്ട്. ഞാൻ അധികം രാവിലെ ഒരിടത്തോട്ടും പോകാത്ത ഒരാളാണ്. ഇന്ന് പിന്നെ നമുക്ക് റോസ്മലയിൽ നമുക്ക് അധികം വെയിലാകുന്നതിന് മുമ്പ് പോയിട്ടേ കാര്യമുള്ളൂ. നല്ല വെയിലായ പിന്നെ നമുക്ക് വലുതായിട്ടൊന്നും കാണാൻ തോന്നത്തില്ല, പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. പോയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചും വരണം. അതുകൊണ്ടാണ് ഈ കൊച്ചു വെളുപ്പം കാലത്ത് ഇറങ്ങിയത്. ഗായ്സ്, നമ്മൾ ഹൈവേയിലോട്ട് കയറുകയാണ്. ഇനി നമുക്ക് പറക്കാം. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് റോഡാണല്ലോ വരുന്നത്. ഇവിടെ മറ്റേ മരത്തോൺ നടക്കുകയാണ് കേട്ടോ, ടെക്നോ പാർക്കിൻ്റെ. എല്ലാവരും ഓടുന്നുണ്ടോ? നമ്മളിപ്പോൾ കഴക്കൂട്ട് എത്തിയിരിക്കുകയാണ്. നമുക്കിവിടുന്ന് ദർശനം കൂടെ കൂട്ടി ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാം. മനസ്സിലായോ? എങ്കിൽ പിന്നെ പോയേക്കാം. അങ്ങനെ ആളെ കിട്ടി, ഇനി അടുത്ത ആളെ പൊക്കാം. ഞാൻ റമ്മൂട് കാരേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് വിശാഖ വരാമെന്ന് പറഞ്ഞത്. അപ്പം വിശാഖിനെ അവിടുന്ന് നമുക്ക് പോക്കാം.
കഴിഞ്ഞ വീഡിയോ ആരും കാണാത്തതുണ്ടെങ്കിൽ കാണണം. എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഇതിപ്പോൾ ഞങ്ങൾ ആ വീഡിയോയിലുള്ള 3 പേര് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ട്രിപ്പ് പോകുന്നത്. വെളുത്തു. ഇനിയിപ്പോൾ പുള്ളിക്കാരനോട് എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് വിളിച്ച് നോക്കിയിട്ട് പോവാം. ഒരു അരമണിക്കൂറോളം പോസ്റ്റ് ആക്കിയിട്ട് എത്തി. എന്തുവാ, ഒന്നെങ്കിൽ നിങ്ങൾ ഈ വണ്ടി പോ, അല്ലെങ്കിൽ ദർശനോട് ആ വണ്ടി പോ. അതാകുമ്പോൾ നിങ്ങൾക്ക് മാറി മാറി ഓടിക്കാം. സോ ഞങ്ങൾ ചായ കുടിച്ചു, ഫുഡും കഴിച്ചു. ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ നമുക്കിനി ആ റൂട്ടാണ് പോകാനുള്ളത്. നമുക്ക് അങ്ങോട്ട് പോവാം. സോ നമ്മൾ കുളത്തൂപ്പുഴ ആ റൂട്ട് വഴിയാണ് കേട്ടോ പോകുന്നത്. നമ്മളിപ്പോൾ നേരെ കുളത്തൂപ്പുഴ പോയിട്ട് അവിടെ നിന്നാണ് റോസ്മലയിലേക്കുള്ള വഴിയിലോട്ട് പോകുന്നത്. നമുക്ക് 69 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നമ്മളവിടെ 9:20 എത്തുമെന്നാണ് ഗൂഗിൾ ആൻറ്റി പറയുന്നത്. അധികം ലേറ്റ് ആവാതെ നമുക്ക് അങ്ങ് എത്തിയിട്ട് ഉച്ചയാവുന്നതിനൊക്കെ മുമ്പ് നമുക്ക് തിരിച്ചു വരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ വിശാഖ് ബ്രോയുടെ വണ്ടി വഴിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെ കയറി, പുള്ളിക്കാരൻ ബാക്കി ഇരിപ്പുണ്ട്. ഇത് കല്ലറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളത് പാസ് ചെയ്താണ് ഇപ്പോൾ പോകുന്നത്. റൂട്ട് ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ വഴി ആയിരുന്നില്ല, വേറൊരു റൂട്ടൊക്കെ ആയിരുന്നു ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥലങ്ങളുടെ പേരൊന്നും എനിക്കത്ര പരിചയമില്ല പറഞ്ഞു തരാനായിട്ടേ. അപ്പോൾ നമുക്കിവിടുന്ന് ഒരു റൈറ്റാണ് കാണിക്കുന്നത്. ഇത് ഭജനമഠം എന്ന് പറഞ്ഞ സ്ഥലമാണ്. വഴി നല്ല വഴിയാണ്, നല്ല ടാർ ചെയ്ത് അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു വഴിയാണ്. ഇത് ഫുള്ള് റബ്ബർ തോട്ടമാണ് കേട്ടോ. പാറയും സോ നമ്മൾ കിഴക്കും ഭാഗം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത് കേട്ടോ. ഇവിടുന്ന് റൈറ്റ്. രാവിലെ ഇറങ്ങിയാൽ നമുക്ക് വേറെ ശല്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോവാം. തിരക്കില്ല, ആൾക്കാർ കുറവാണ്. അങ്ങോട്ട് പോകുന്നതോറും ഇപ്പോൾ സമയം 7:45. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നതോറും ആൾ കൂടിക്കൊണ്ടിരിക്കും, അതുപോലെ തന്നെ തിരക്കും. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് വലിയ വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല.
ബാറ്ററിയും തീർന്നായിരുന്നു. അപ്പോൾ ബാറ്ററിയും കൂടെ മാറ്റാനായിട്ട് നിർത്തിയതാണ്. 8 മണിയാവും കേട്ടോ. നമുക്കിനി 48 കിലോമീറ്റർ കൂടെ ഒരു 9 നമുക്ക് നോക്കാം. തൃശ്ശൂരിലേക്കുള്ള വണ്ടിയാണ് കേട്ടോ പോകുന്നത്. KSRTC തൃശ്ശൂർ സൂപ്പർ ഫാസ്റ്റ്. പത്തനംതിട്ട, തിരുവല്ല, കോട്ടയം, മൂവാറ്റുപുഴ, നെടുമങ്ങാട്, പാലോട്, കുളത്തൂപ്പുഴ വഴി തൃശ്ശൂർക്ക്. അധികം ആളൊന്നുമില്ല, കുറച്ച് ആൾക്കാരെന്തേ ഉള്ളെന്ന് തോന്നുന്നു. രാവിലെ അപ്പൂമാരെല്ലാം കൂടെ കൂടിയിരുന്ന് സൊറ പറയുന്നു. സോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, നമ്മുടെ ഈ റോഡിൻ്റെ തൊട്ടടുത്തൂടെ നമ്മുടെ കുളത്തൂപ്പുഴ പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല, ഞാൻ എവിടെന്നെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. മാപ്പിൽ കാണിക്കുന്നോ? കാണുന്നുണ്ടോ? നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ തേക്കിൻ തോട്ടമാണ് കേട്ടോ. തേക്കിൻ്റെ മരങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ്. നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഏരിയക്കകത്തൂടെയാണ് പോകുന്നത്. എല്ലാവരും രാവിലെ ബസ് കത്ത് നിൽക്കുകയാണ്. കയറാം. ഇതാണിപ്പോൾ കുളത്തൂപ്പുഴയായി. ഈ റോഡ് തിരുവനന്തപുരം ചെങ്കോട്ട റൂട്ടാണ് കേട്ടോ. ഈ റൂട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കുളത്തൂപ്പുഴ ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ട നേരെ, തെന്മല നേരെ, അഞ്ചൽ ഇടത്തോട്ട്. നമുക്കിനി 33 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ട്. 9:15 തന്നെ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. നേരം വണ്ടി ഓടിച്ച് ക്ഷീണമൊന്നുമില്ല കേട്ടോ. നല്ലൊരു കാലാവസ്ഥയായിരുന്നു, അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. സമയത്ത് ആഹാരം കൂടെ കഴിച്ചുകൊണ്ട് ഇപ്പം നല്ല എനർജിയിലും അങ്ങ് പോവാം. ഇതേ ഒരാൾ കൈ കാണിച്ച് വിളിക്കുന്നു. മീനാക്ഷി ഹോട്ടൽ. നമ്മളെ സെന്തുരണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇവിടെ നിന്ന് തുടങ്ങുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാ റോഡ് മുഴുവൻ പശുക്കളാണല്ലോ. ഇവരുടെ ഓണറൊന്നും ഇല്ല എന്തോ ഇവിടെ. ഇനി കെട്ടഴിഞ്ഞു പോയതാണോ ആർക്കറിയാം. നമ്മളങ്ങനെ ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്തേക്കാണ്. തെന്മല എക്കോ ടൂറിസത്തിന് 6 കിലോമീറ്റർ ഉണ്ട് ഇനി. സെന്തുരണി എക്കോ ടൂറിസം. ഡാമാണ് കേട്ടോ അപ്പുറത്തുള്ള കാണുന്നത്. തുറന്നിട്ടില്ല അത്.
സോ ഗൈസ്, നമ്മൾ തെന്മല എത്തിയിരിക്കുകയാണ്. തെന്മല ഡാം ഇവിടെ നിന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ. ഇതാ കാണുന്നത് കണ്ടോ? കാണുന്നതാണ് കല്ലട ഡാം, തെന്മല. ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു തൂക്കുപാലമാണ് അതിൻ്റെ നടുക്കൂടെ പോയേക്കുന്നത്. തെന്മല ഡാമിലേക്കുള്ള എൻട്രിയാണ് അതുവഴി. ഇതുവഴിയാണ് തെന്മല ഡാമിലേക്കുള്ള എൻട്രി. നമുക്കിനി 24 കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടോ റോസ്മലയിലോട്ട്. 50 മിനിറ്റ് എടുക്കും. മഴക്കാലത്ത് ഈ റോഡ് വഴി വന്ന ഒരു കിടിലൻ വൈബായിരിക്കും. അത്യാവശ്യം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോഴും ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും ഒരു ഉണങ്ങി നിൽക്കുന്നൊരു ഫീലാണ് ഇപ്പോൾ കിട്ടുന്നത്. തെന്മല ബോർഡ് വെച്ചേക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ തെന്മല ഡൗൺ ആയി കേട്ടോ. മലയിലൊക്കെ കണ്ടോ കോട മൂടി കിടക്കുന്നത് കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? തെന്മല റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കാണാം. ആ ബോർഡ് കണ്ടോ? അത് തെന്മല റെയിൽവേ സ്റ്റേഷനാണേ. അതാണ് തെന്മല റെയിൽവേ സ്റ്റേഷൻ. ഈ സമയത്തൊരു ട്രെയിനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായാണ്. ചിലപ്പോൾ കാണുമായിരിക്കും ഈ സമയത്ത്, എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. നിങ്ങളാരെങ്കിലും കൊല്ലത്തുനിന്ന് ചെങ്കോട്ട വരെ ട്രെയിനിൽ പോയിട്ടുണ്ടോ? ഒന്ന് പോയി നോക്കണം കേട്ടോ. ഒരു കിടിലം വൈബുള്ളൊരു യാത്രയായിരിക്കും. മൂടിക്കെട്ടി വരുന്നുണ്ട്, മഴ പെയ്യുമോ എന്തോ. ദൂരെയൊക്കെ മലകൾ കാണാൻ കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ട്രെയിനിൽ പോകുമ്പോഴാണ്. അതാ കേരളത്തിൽ നിന്ന് കയറുന്ന ഒരു ടണൽ തമിഴ്നാട്ടിൽ അവസാനിക്കുന്നുണ്ട്. അതാണ് ബോർഡർ. ടണലാണ് ബോർഡർ. 13 ആർച്ച് ബ്രിഡ്ജാണ് ആ കാണുന്നത്. 13 കല്ലറ പാലം. ഇതൊരു സൈലൻസ് ആണെന്ന് കണ്ടോ? ആകെ കിളി ചലിക്കുന്ന സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെ അച്ചൻകോവിൽ റിവർ ഒഴുകുന്നുണ്ടേ. അതിൻ്റെ സൗണ്ടും കേൾക്കാം നമുക്കിവിടെ നിൽക്കുമ്പോൾ. ഇതുവഴി ട്രെയിൻ പോകണമാണ് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. പക്ഷേ ഈ സമയത്ത് ട്രെയിനില്ല. ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. പതിമൂന്ന് പില്ലറാണ് കേട്ടോ അത് ഈ പാലത്തിന്. അതാണ് 13 സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് വന്നത്. 13 കല്ലറ പാലം. സോ ഇവിടുത്തെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്കിനി മുമ്പോട്ട് പോകാം. ഇനി 19 കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് റോസ്മലയിലോട്ട്. ഈ സമയത്ത് ട്രെയിനൊന്നും ഇല്ല കേട്ടോ, ഞാൻ നോക്കി. ഇനി ഉച്ചയ്ക്ക് 2:20 ഉള്ളൂ ഒരു ട്രെയിൻ. ഭാഗത്ത് കണ്ടോ കോട? കോട കെട്ടിയിരിക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? നോക്ക്, അതിൻ്റെ അതൊക്കെ ലൈറ്റ് കയറുന്നുണ്ടോ നിങ്ങൾ? ക്യാമറയിൽ കൂടെ എത്ര കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. നമ്മളെ എന്താ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ദിവ്യ വെളിച്ചം പോലെ, അതുപോലത്തെ ലൈറ്റ്. ഇതാണ് കേട്ടോ അച്ചൻകോവിൽ റിവർ. വലിയ വെള്ളമൊന്നുമില്ല, ചെറിയ വെള്ളമേ ഉള്ളൂ. വേനൽക്കാലമല്ലേ. ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ അതിൽ. ആ ഭാഗത്ത് കണ്ടോ വെള്ളം ഒഴുകി വരുന്നത് കണ്ടോ? ആ ഭാഗത്ത് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റത്തില്ല കേട്ടോ, ചെറിയ രീതിക്കേ കാണാൻ പറ്റും. ചെറിയ നൂല് പോലെ ഒഴുകി വരുന്നു. നമ്മൾ ഏകദേശം എത്താറായി കേട്ടോ. നമുക്കിനി 12 കിലോമീറ്ററേ ഉള്ളൂ. നമുക്കിനി ആര്യങ്കാവ് എത്തിയിട്ട് അവിടെ നിന്നൊരു റൈറ്റ് ഉണ്ട്. റൈറ്റ്
പിന്നെ അങ്ങോട്ട് ഓഫ് റോഡാ. നമ്മൾ അരിങ്കാവ് എത്തി ഗായ്സ്. അയ്യോ, ഇവിടുന്ന് ആ കാണുന്ന റൈറ്റ് കണ്ടോ, ആ ബൊഗൈൻവില്ലയൊക്കെ പൂത്ത് നിൽക്കുന്നത്. നമുക്ക് ഇവിടുന്നാണ് റൈറ്റ് പോകേണ്ടത്. നമുക്ക് അവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് പോവാം. പോയേക്കാം. അപ്പോൾ അതാ ഇവിടുന്നുള്ള യാത്ര ആരംഭിക്കുന്നു. അമ്മേ,